ഭയങ്കര ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞോളൂ, സൂപ്പർ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ പോരാ, ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഇന്ദ്രൻസേട്ട അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹം അത് പങ്കുവച്ചു. അത് എനിക്കൊന്ന് സംവിധായകൻ്റെ മികവ് എന്ന് പറയുന്നത് ഈ പടത്തിൽ കാണാം. നിങ്ങളെല്ലാവരും കയറി കാണും, എല്ലാവരും കയറി കാണണം. അതുപോലത്തെ ട്വിസ്റ്റ് കേട്ടോ. അടിപൊളി പടമുണ്ട്, സൂപ്പർ അടിപൊളി പടം, നല്ല പടമാണ്, നല്ല സിനിമയാണ്. നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സിനിമയായിട്ടാണ് തുടങ്ങാനായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അതിൽ ഷോർട്ട് ഫിലിമൊക്കെ പറയുന്നുണ്ട്, ഷോർട്ട് ഫിലിമിലാണ് തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ ചെയ്തപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചതിനും ഒരുപാട് മേലേക്ക് പോയി എന്നുള്ളതാണ്. ഒരു നന്മയുള്ള ചിത്രം, ഉറപ്പായിട്ടും വിജയിക്കേണ്ട ഒരു ചിത്രം, സിനിമാക്കാർ തീർച്ചയായിട്ടും കാണേണ്ട ചിത്രം. അടിപൊളി സൂപ്പർ, മസ്റ്റ് വാച്ച്. ഒരു ഭയങ്കര കുറേ നാളായല്ലോ നമ്മൾ ഇതുപോലത്തെ ഒരു ഫീൽ ഗുഡ് സിനിമ വന്നത്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു ഫീൽ ഗുഡ് സിനിമ വന്നു. ഭയങ്കര രസമുണ്ട്. അശ്വിൻ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല രസമാണ്. പിന്നെ എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. ആണ് അതിൻ്റെ ഒരു ലൈക്ക് നമ്മൾ കുറേ കഥകൾ ഇങ്ങനെ മേജായിട്ട് കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ട് നമ്മളൊരു പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും തെളിയിച്ച ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഓഫ് കോഴ്സ് എന്തായാലും നല്ലതായിരിക്കുമല്ലോ. നല്ല മൂവിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ഈ മൂവി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും നല്ല അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസാണ്, എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല ആക്ടേഴ്സാണ് എല്ലാവരും. നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. എല്ലാവരും ഇപ്പോൾ ന്യൂ ഫേസസ് ആണ് കൂടുതലും ഉള്ളത്. പക്ഷെ എല്ലാവരും അവരുടേതായിട്ടുള്ള സ്പേസസ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ബ്രദർ അതിലൊരു സ്പേസ് ഉണ്ട്, അവനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് സ്റ്റൈലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ തിങ്ക് അത് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. എനിക്ക് തോന്നും എല്ലാവർക്കും അത് വർക്കാവുമെന്ന് തോന്നുന്നു. ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നോർമലി നമ്മൾ കണ്ട് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള കഥ പറച്ചിലല്ല. സോ അതിൻ്റെ ഒരു യുണീക്നെസ് ഒന്നുണ്ട്. ലെങ്ത് ഇത്തിരി കൂടുതലാണ്, ബട്ട് ഐ തിങ്ക് അത് പറഞ്ഞ രീതിയിൽ അത്രയും ലെങ്ത്തിലാണ് പറയേണ്ടി വരുന്നത്. ആൻഡ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും കണ്ടതെല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയി ചിന്തിക്കുമ്പോഴാണല്ലോ എങ്ങനെയായിരുന്നു നമ്മളെ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോഴല്ലേ സിനിമയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ബട്ട് ഞാൻ എൻജോയ് ചെയ്തു. അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അവളുടെ ചിയർ ഗ്രൂപ്പിലെ ആളാണ്. സോ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ നിന്നും സ്ക്രീനിൽ ഇതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരാളെ കാണുന്നു എന്നുള്ള സന്തോഷം എനിക്ക് വളരെയധികം ഉണ്ട്. വർഷം ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് മുഴുവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയിൽ വർഷയുടെ കൂടെ സിനിമ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. മോളോ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. ഇനി വീട്ടിൽ പോയി ഞാൻ ഓരോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ, ഐ എം വെരി എക്സൈറ്റഡ് ഫോർ. ഈ സിനിമയിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്. സോ ഐ തിങ്ക് ഇന്നത്തെ മലയാള സിനിമയിൽ നമ്മൾ എത്ര സിനിമകൾ എടുത്ത് നോക്കിയാലും കുറേ പുതിയ ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ വിഭാഗത്തിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എത്രയോ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. സോ ഐ തിങ്ക് അത് തന്നെ കാണാനൊരു ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. സോ ഐ തിങ്ക് ഈ സിനിമയിൽ അങ്ങനെ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസകളും. തിയേറ്റേഴ്സിൽ വന്നു, ആൾക്കാരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാണ് ഇപ്പോഴത്തെ ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. വേറെ റിവ്യൂസും ബാക്കി എല്ലാവരും പറയുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആലോചിക്കും. പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. നല്ല സിനിമ, അടിപൊളി. എന്താ പറയുക, ശരിക്കും പറഞ്ഞത് ഒരു സിനിമാക്കാരൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഉള്ളിൽ സിനിമ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പേഴ്സണലി ഞാനും ഒരു സിനിമാ പ്രവർത്തകനായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറെയോ എനിക്ക് ടീം അംഗങ്ങളെയൊന്നും അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നൊരു സിനിമയായിരിക്കും. എനിക്ക് സീരിയസ്ലി എനിക്കിതിൻ്റെ
അഭിനയിച്ച 1-2 പേരെ അറിയാമെന്നല്ലാണ്ട് പിന്നെ എഡിറ്റർ സാഗറിനെ അറിയാം, അല്ലാതെ എനിക്കിതിൻ്റെ വേറെ ആരും അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു 10 സിനിമ എടുത്ത് നോക്കി, അതിനകത്ത് എനിക്കൊന്ന് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമയായിരിക്കും ഒരു റൊണാൾഡോ ചിത്രം. കാരണം അത് കഴിയാൻ പറ്റാത്ത സിനിമ എന്ന് പറയില്ല നമ്മൾ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്കിത് എന്താ തീരാത്ത, പക്ഷേ ഒരിത്തിരി ലാഗാണ് പടം. പക്ഷേ ആ ലാഗ് എന്ന് പറയുന്നത് കാണേണ്ട ലാഗാണ്, അല്ലാതെ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ. ഇപ്പോൾ സാഗർ എഡിറ്റർ എൻ്റെ സുഹൃത്താണ്, ഞാൻ അവനെ കാണുമ്പോൾ പറയാതിരിക്കുക. എഡിറ്റ് ചെയ്ത് അവൻ എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എവിടേക്കോ കുറച്ച് വൈകി ഇറക്കിയതുകൊണ്ട് എവിടേക്കോ ഒന്ന് കട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെ കട്ട് ചെയ്യേണ്ട സിനിമയല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും എത്തണം. ഈ 1-2 ആർട്ടിസ്റ്റുകൾ എടുത്ത് പറയാനുള്ളത്, പഴയ നമ്മുടെ മരിച്ചുപോയ മേഘനാഥൻ ചേട്ടൻ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടൻ, ഹോമിന് ശേഷം ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒരു ക്യാരക്ടറൈസേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ.